എവ്രിവൺ, നമസ്കാരം. സൗമ്യ സോർട്ട് ഓഫ് കുക്കിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പെസഹ പാലാണ് കേട്ടോ. അതായത് സാധാരണ പെസഹ ദിവസം രാത്രി പെസഹ അപ്പവും പെസഹ പാലും ഉണ്ടാക്കും. എന്നിട്ട് വീട്ടിലെ മുതിർന്ന വ്യക്തി അതിനെ വീട്ടിലെത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്രയും പീസസ് ആക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പെസഹ പാലിൽ മുക്കിയിട്ടാണ് പെസഹ അപ്പം കഴിക്കുക. അപ്പോൾ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. പെസഹ പാലിന്റെ ഇൻഗ്രീഡിയൻസ് കേട്ടോ. അപ്പോൾ പെസഹ പാൽ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് 1.5 ഗ്ലാസ് ഒന്നാം പാലാണ്. അതായത് നമ്മൾ തേങ്ങയിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, എന്നിട്ട് കിട്ടുന്ന ഒന്നാം പാല്. ഓക്കെ, അപ്പോൾ ഏകദേശം ഇത്രയും ഉണ്ടാവും. പിന്നെ വേണ്ടത് രണ്ടാം പാല്. ഇത് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഒന്നാം പാൽ എടുത്ത ശേഷം ആ തേങ്ങയിൽ തന്നെ മോസ്റ്റ് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് എടുത്തിരിക്കുന്ന രണ്ടാം പാലാണത്. ഞാൻ മൂന്നാം പാലായിട്ടൊന്നും എടുക്കുന്നില്ല, രണ്ടാം പാൽ തന്നെ ഞാൻ ഈ 2.5 ഗ്ലാസ് എടുത്തിരിക്കുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് 2 അച്ച് വെല്ലം, വലിയ അച്ചാണ് എടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം 100 ഗ്രാം വരുന്ന രീതിയിൽ വെല്ലം എടുക്കുക. ഒരു 3 ഏലക്കായ, 1/2 സ്പൂൺ ജീരകം, അതുപോലെ ഒരു ചെറിയ പീസ് ചുക്ക്. ഓക്കെ, നമുക്ക് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി. ഓക്കെ, അപ്പോൾ ഞാനിതിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അരിപ്പൊടിയുടെ കൂടെ ഈ 3 ഏലക്കായ ഉണ്ടല്ലോ, ഇതും 1/2 സ്പൂൺ ജീരകം, ഇതും അതുപോലെ ഈ ഒരു ചെറിയ കഷ്ണം ചുക്കുണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് ഞാൻ ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പോകണം. അതായത് ഓൾറെഡി ഇത് അരിപ്പൊടിയാണ്, അരിപ്പൊടിയുടെ കൂടെ ഇട്ട് പൊടിക്കുന്ന സമയത്ത് നമുക്ക് വേഗം പൊടിച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ചുക്കും ജീരകവും അതുപോലെ തന്നെ ഏലക്കായും ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോഴേക്കും നമുക്ക് വെല്ലപ്പാവ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 അച്ച് വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊന്ന് അരിച്ചെടുക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അഴുക്കൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉരുക്കിയെടുക്കില്ല. ഇതിനെ ജസ്റ്റ് ഒരു കത്തി കൊണ്ട് മറ്റേ ഗ്രേറ്റ് ചെയ്തെടുത്ത ശേഷം അതിനെ നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായി അലിയിച്ചെടുത്തിട്ട് അരിച്ചെടുക്കുക ചെയ്യാം. പക്ഷെ അതൊക്കെ ഭയങ്കര ടൈം ടേക്കിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അത് പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കാം. ഒന്ന് ചൂടാക്കിയ ശേഷം ഒന്ന് അരിച്ചെടുക്കാം നമുക്ക് കേട്ടോ. അതാണ് എളുപ്പത്തിലാവുന്ന പരിപാടി. അപ്പോൾ 2 രീതിക്കും ചെയ്യാം. ഓക്കെ, ഇതാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ അരിപ്പൊടിയിലിട്ട് വെച്ചിരിക്കുന്ന ഈ ജീരകവും ഏലക്കായും അതുപോലെ തന്നെ ഈ ചുക്കും ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഓക്കെ, ഇത് ഒരുപാട് നന്നായി പൊടിയണമെന്നൊന്നുമില്ല, പക്ഷെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞാൽ നല്ലതാണ്. ഇത് കണ്ടോ, നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ചുരുക്കിയിട്ട് കാണിച്ചു തരാം. ഇതാ നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, വെള്ളത്തുനിന്ന് കിട്ടിയതാ ഈ സാധനം, ഈ കോല് പോലെ എന്തോ സംഭവം കണ്ടോ. ഇതുപോലത്തെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അരിച്ചെടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഒരു ചീനച്ചട്ടി വെക്കാം. അതിലോട്ട് ഈ വെല്ലം അലിയിച്ചത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ രണ്ടാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിയും ഏലക്കായും, അതായത് അരിപ്പൗഡർ ഇട്ട് പൊടിക്കുന്ന ഒരു നിർബന്ധമില്ല. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വലിയ വലിയ പീസസ് ആയിട്ട് കിടക്കും, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ അതിനെയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് 2 സ്പൂൺ അരിപ്പൊടിയുണ്ട്. ഇതങ്ങനെ കട്ട പിടിക്കൊന്നുമില്ല, പക്ഷേ ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ഇത് ഒന്ന് കുറുകി വരുന്നു എന്ന് തോന്നുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഏലക്കായയും അതുപോലെ തന്നെ ജീരകവും ചുക്കും പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത്ര നല്ല മണം വരുന്നുണ്ട് കേട്ടോ. സാധാരണ ക്രിസ്ത്യൻ ഫാമിലീസിൽ പെസഹ വ്യാഴം ദിവസം രാത്രി പെസഹ അപ്പവും പെസഹ പാലും ഉണ്ടാക്കിയിട്ട് ഒരൊറ്റ അപ്പം ഉണ്ടാക്കുള്ളൂ.
ആ അപ്പം ഉണ്ടാക്കിയിട്ട് ആ അപ്പത്തിനെ മുറിച്ച് എല്ലാവർക്കും കൊടുക്കും. അതായത് ഈക്വലായിട്ട് എത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്രയും മെമ്പേഴ്സിന് കൊടുത്തിട്ട് ഈ പാലും കൂടെ കൊടുക്കും. ഓക്കെ, ഒരു ഗ്ലാസ്സിൽ ആക്കിയിട്ട്. പെസഹ അപ്പം കഴിക്കേണ്ടത് ഈ പാല് മുക്കിയിട്ടാണ്. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓശാന ഞായറാഴ്ചയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവിടുന്ന് കിട്ടുന്ന കുരുത്തോല നമ്മൾ ഇതിൽ ക്രോസ് മാർക്കാക്കിയിട്ട് ഇതിൽ ഇടണം. ഓക്കെ, അങ്ങനെയുണ്ട്. അത് പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ബുധനാഴ്ച ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. പെസഹ വ്യാഴം ദിവസം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കുരുത്തോല കൊണ്ട് കുരിശ് വരച്ച ശേഷം അതിനെ ഈ പെസഹ പാലിൽ ഇടണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏകദേശം കൊഴുപ്പ് വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കൊഴുപ്പ് വരുന്നുകൊണ്ടാലും നമുക്കതിലേക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 2 രീതിക്ക് ഉണ്ടാക്കാം. ഒന്നുമില്ലെങ്കിൽ നല്ലോണം കുറുക്കി ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അതായത് ആവറേജ് വെള്ളം പോലെ ഉണ്ടാക്കാം. അപ്പോൾ കുറുക്ക ഇൻ ദ സെൻസ് ഒരുപാട് കുറുക്കിയിട്ടല്ല, കട്ടിയായിട്ട് പായസത്തിൻ്റെ പോലെ അത്രയും കുറുക്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം പോലെ ആക്കാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് കുറുകിയിട്ടല്ല. പിന്നെ മാത്രമല്ല, നമ്മളിത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് കുറുകിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് കണ്ടോ, ഇപ്പോൾ ഇത്ര കുറുക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് 1-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചിലര് 1-ാം പാലും 2-ാം പാലും എല്ലാം കൂടെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുക. ഞാൻ പക്ഷെ 1-ാം പാൽ ഒഴിച്ച് 2 രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ 1-ാം പാലും 2-ാം പാലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് ഒറ്റ സ്പോട്ടിൽ ഉണ്ടാക്കാം. പക്ഷെ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകുന്നൊക്കെ ടെൻഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് 2-ാം പാൽ എടുത്തിട്ട് അതിൽ ഉണ്ടാക്കിയ ശേഷം അവസാനം 1-ാം പാൽ എടുത്തിട്ട് ഓഫ് ചെയ്യുന്നത് നല്ലത്. കണ്ടോ, ഇപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇത്രയാണ്. ഇതാണ് എൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ. ഓക്കെ, നമുക്കപ്പോൾ അത് ഓഫ് ചെയ്യാം, മതി. ഇനിയിപ്പോൾ ഇരിക്കെ ഒന്നും കൂടെ കുറുക്കും. ഇത് കണ്ടോ, ഇപ്പം ഇത്രയും കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, മതി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വെള്ള കളറിലുള്ള വെള്ളം ആയതുകൊണ്ടാണ് ഇതിൻ്റെ കളറ് ഒരുപാട് ചേഞ്ച് ആവാത്ത. സാധാരണ നല്ല കറുത്ത വെള്ളമാണെന്നുണ്ടെങ്കിൽ ഇതൊരു പിങ്കിഷ് കളറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഭയങ്കര എളുപ്പമാണ് പെസഹ പാൽ ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പെസഹ വ്യാഴത്തിന് ദിവസം ഉണ്ടാക്കുന്ന സമയത്ത് കുരുത്തോല കൊണ്ട് ഒരു റോസ് ഉണ്ടാക്കിയിട്ട് അവിടെ വെക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ പെസഹ അപ്പത്തിൻ്റെ റെസിപ്പി ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു 1-2 മണിക്കൂർ ഗ്യാപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണാം. പെസഹ അപ്പം ഉണ്ടാക്കാൻ അറിയാത്തവർ ആ റെസിപ്പി എന്തായാലും കാണാം. ഈ വീഡിയോൻ്റെ എൻഡിൽ തന്നെ ഞാൻ ലിങ്കും കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. ഇതാണ് പെസഹ പാലിൻ്റെ ക്ലോസ് വ്യൂ.